റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരുവിൽ തിക്കിലും തിരക്കിലും പെട്ട് 11 മരണം, 40-ലധികം പേർക്ക് പരിക്കേറ്റു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് നിയന്ത്രണാതീതമായി ആളുകളെത്തിയതാണ് അപകടത്തിന് വഴിവെച്ചത്. അപകടത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് കർണാടക സർക്കാർ ഉത്തരവിട്ടു. ബംഗളൂരു ദുരന്തം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഉച്ചയോടെ ബംഗളൂരിലെത്തിയ ടീം വിധാൻ സൗദിയിലെത്തി സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചു. വഴിനീളെ കാത്തുനിന്ന ആയിരക്കണക്കിന് ആരാധകർക്ക് നടുവിലൂടെ ടീം അംഗങ്ങൾ സ്റ്റേഡിയത്തിനകത്തേക്ക്. പിന്നാലെ ബാരിക്കേഡുകൾ തകർത്ത് സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ആളുകളുടെ ശ്രമം. ഇതോടെയാണ് സ്ഥിതി നിയന്ത്രണാതീതമായത്. സുരക്ഷ ഉറപ്പാക്കാൻ നിയോഗിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിസ്സഹായരായി. മരിച്ചവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടും. നിരത്തു വീണവർക്ക് മുകളിലൂടെ ആളുകൾ ചിതറിയോടിയത് സ്ഥിതി രൂക്ഷമാക്കി. 40ഓളം പേർക്കാണ് പരിക്കേറ്റത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ സ്ഥിതി ഗുരുതരമല്ലെന്ന് സർക്കാർ അറിയിച്ചു. അതിനിടെ പുറത്ത് വലിയ ദുരന്തമുണ്ടായപ്പോഴും സ്റ്റേഡിയത്തിനകത്ത് റോയൽ ചലഞ്ചേഴ്സ് താരങ്ങൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത് വിമർശനത്തിനിടയാക്കി. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പരിപാടിയിൽ പങ്കെടുത്തു. സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് ഏറ്റുപറഞ്ഞ DK ശിവകുമാർ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പറഞ്ഞു. അപകടത്തിൽ കർണാടക സർക്കാർ മജിസ്ട്രേറ്റ് തല അന്വേഷണം പ്രഖ്യാപിച്ചു. 35,000 പേർക്കിരിക്കാവുന്ന സ്റ്റേഡിയത്തിലേക്ക് 3 ലക്ഷത്തോളം ആളുകൾ എത്തിയതാണ് അപകടത്തിന് കാരണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നൽകുമെന്നും പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബംഗളൂരു വിലയാഘോഷം ആര് സംഘടിപ്പിച്ചതാണെന്ന് അറിയില്ലെന്നാണ് IPL സംഘാടകരുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.